37-ാം വയസ്സിലാണ് ഒളിവിൽ പോകുന്നത് കുറുപ്പ്. ഇപ്പോൾ ഏകദേശം 75-നും 80-നും ഇടയ്ക്കുള്ള ഒരു പ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണം മുമ്പ് പല ഘട്ടങ്ങളിലും അന്വേഷിച്ച് വിട്ടതാണ്. ഈ കേരള പോലീസിനെ കുറിച്ച് കേട്ടത് പലപ്പോഴും പുതിയതായി സർവീസിലേക്ക് വരുമ്പോൾ ഈ കേസ് ഏറ്റെടുക്കാൻ പലർക്കും താല്പര്യമുണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ സമീപകാലത്ത് ഇത്ര വയസ്സായ ഇത്ര നാളുകളായി തിരോധാനത്തിലുള്ള ഒരു വ്യക്തിയെ എങ്ങനെ കണ്ടെത്തും എന്നൊരു കുഴയ്ക്കുന്ന വിഷയമുണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ട്രെൻഡ്, എന്തെങ്കിലും ഒരു സൂചനകൾ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം ഇപ്പോഴത്തെ ഈ അന്വേഷണ നീക്കത്തിന് നമുക്ക് കാണാൻ കഴിയുമോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭ്യമാവുന്നുണ്ടോ? സൈത്ത്, നമ്മൾ ഈ കേസിൻ്റെ നാൾ വഴി പറയുമ്പോൾ ഒരുപക്ഷെ ഇത്രയും കാലം കഴിയുന്നു കുറുപ്പിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷേ സമർത്ഥനായ ഒരു വ്യക്തിയുടെ ഇടപെടൽ കൂടി നമ്മൾ ഈ കേസിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഡോക്ടർ ബി ഉമാദത്തൻ, അദ്ദേഹം അന്ന് പോലീസ് സർജനായിരുന്നു. ഇത് പൂർണ്ണമായും കുറുപ്പാണെന്നും കുറുപ്പ് കൊല ചെയ്യപ്പെട്ടതാണെന്നും, അതായത് ഭാസ്കര പിള്ളയാൽ കൊല ചെയ്യപ്പെട്ടതാണെന്നും വരുത്തി തീർത്താൽ പോലും അവർക്ക് ആ തുക ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപുള്ള സാഹചര്യത്തിൽ ഭാസ്കര പിള്ളയെ പോലും സംശയിക്കാതെ ഇതൊരു അപകട മരണമാണ്, കാർ തീപിടിച്ച് കുറുപ്പ് മരിച്ചതാണ് എന്ന് വന്നു ഭവിച്ചുവെങ്കിലും കുറുപ്പ് മറ്റെവിടെയെങ്കിലും സുഖമായി ജീവിക്കുകയും ഈ പണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കും കൂട്ടാളികളിലേക്കും വന്നെത്തുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഡോക്ടർ ഉമാദത്തൻ്റെ ഈ പരിശോധനയിൽ ശ്വാസകോശത്തിൽ ഉൾപ്പെടെ പുകയുടെ അംശം, അതായത് ഒരാൾ തീപ്പൊള്ളലേറ്റ് മരിക്കുമ്പോൾ ആന്തരിക അവയവങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ശ്വാസകോശത്തിൽ പുകയുടെ അംശമുണ്ടാകും. അത് ഉണ്ടായിരുന്നില്ല. അതോടുകൂടി തന്നെ ഇതൊരു കൊലപാതകമാണ് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണ്. മറ്റൊന്ന്, വയറ്റിൽ നിന്ന് കണ്ടെത്തിയ ഈ വിഷമദ്യത്തിൻ്റെ അംശങ്ങൾ, അതുകൊണ്ട് തന്നെ മദ്യം കുടിപ്പിച്ചിരുന്നു എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. ഒരാളെ കൊന്ന് ആ കൊന്നതിൻ്റെ കാരണം കണ്ടെത്തുകയായിരുന്നു പിന്നീട് ഏറ്റവും വലിയ വെല്ലുവിളി. അത് ഇൻഷുറൻസ് തുക എന്ന് മനസ്സിലായതോടുകൂടി അക്കാര്യം പൂർണ്ണമായും പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഡോക്ടർ ഉമാദത്തൻ്റെ ഒരു ഇടപെടൽ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, DYSP ഹരിദാസ് അദ്ദേഹം നടത്തിയ ചടുലമായ നീക്കങ്ങൾ, അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഊർജിതമായ ഒരു അന്വേഷണം ഉണ്ടായി എന്നതാണ്. മാത്രമല്ല, ഈ 21-ന് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. പക്ഷേ മറ്റൊരു കാര്യം, പൊന്നപ്പൻ ഒരു തപാൽ അയക്കുകയും ഒരു ട്രങ്ക് കോൾ വിളിക്കുകയും ചെയ്തിരുന്നു. ഒന്ന്, ഈ കമ്പിയടിച്ചത് അത് വിദേശത്തുള്ള കുറുപ്പിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. അവിടെ പറയുന്നത് കുറുപ്പ് കൊല്ലപ്പെട്ടു എന്ന വിവരം അവരെ അറിയിക്കുന്ന തരത്തിൽ ഒരു കത്തയക്കുന്നു. മറ്റൊന്ന് ഒരു ഫോൺ കോളാണ്. ആ ഫോൺ കോളും കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. ഫോൺ കോൾ ചെല്ലുന്നത് ആലപ്പുഴ ജില്ലയിലെ തന്നെ ഒരു ഹോട്ടലിലാണ്. ആ ഹോട്ടലിൽ പോലീസ് എത്തുന്നു, കുറുപ്പിൻ്റെ ഫോട്ടോ കാണിക്കുന്നു. ഹോട്ടലിൻ്റെ ഉടമ ആ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ആൾ ഈ ഫോട്ടോ തിരിച്ചറിയുകയാണ്. അതായത് കൊല്ലപ്പെട്ട 21-ന് ശേഷം 22, 23 തീയതികളിൽ ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സുകുമാരക്കുറുപ്പ് അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ചു എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു, അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. അതോടുകൂടി തന്നെ ഇതിലെ ആസൂത്രണം മുഴുവൻ പൊളിയുകയാണ്. ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പാക്കുന്നു. പിന്നീടുള്ള നീക്കങ്ങൾ ആണ് ഒരു കാലതാമസം ഉണ്ടാകുകയോ അല്ലെങ്കിൽ വൈകലിലേക്ക് പോവുകയോ ചെയ്യുന്നത്. സുകുമാരക്കുറുപ്പിന് രക്ഷപ്പെടാനുള്ള ചില അവസരങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് എവിടെ എന്ന് കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ കേരള പോലീസിനെ തന്നെ നാണം കെടുത്തുന്ന നിലയിലേക്ക് ഈ 42 വർഷം സേനയുടെ മുമ്പിലുണ്ട്. സുകുമാരക്കുറുപ്പ് എവിടെയുണ്ട്, അല്ലെങ്കിൽ മരിച്ചോ, അത് ജീവനോടെ ഉണ്ടോ, പിടിക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമോ ഉറപ്പോ നൽകാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മുടെ ഈ 55,000 പേർ ഉൾപ്പെടുന്ന സേന ഇങ്ങനെ നിൽപ്പുണ്ട്. അത് 42 വർഷമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഏറ്റവും പ്രമാദമായ കേസുകളിൽ ഒന്ന് എന്ന് നമ്മൾ ഈ കേസിനെ കാണുന്നത്. സൈത്ത്, അതാണ് സാഹചര്യം. എന്തായാലും സുകുമാരക്കുറുപ്പ് കേസിന് അതിനൊരു അന്ത്യം കുറിക്കണം പോലീസിനെ സംബന്ധിച്ച്. അതിൻ്റെ അന്വേഷണത്തിലേക്ക് തന്നെയാണ് അവർ കടക്കുന്നത്. ഇപ്പോൾ അജിത ബീഗം ഈ കേസ് പരിശോധിക്കുമ്പോൾ രഹസ്യമായ അന്വേഷണമാണ്. അപ്പോൾ എന്തെങ്കിലും തുമ്പുകൾ അത് ആ തരത്തിൽ കിട്ടിയിട്ടുണ്ടോ? അത് പോലീസ് ഒരു പക്ഷേ പുറത്തുവിടാൻ ചാൻസ് ഇല്ല. എന്തായാലും അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഈ കേസ് വീണ്ടും റീ ഓപ്പൺ ആവാം. അതല്ലെങ്കിൽ വീണ്ടും പതിവ് അന്വേഷണ വഴികളിലേക്ക് തന്നെ പോകും. എന്തായാലും കേരള പോലീസിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന, നാണക്കെടുത്തുന്ന ഒരു കേസ് കൂടിയായി ഇത് മാറുകയാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്, ഏറെ പേരുകെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കുറുപ്പ് എവിടെ എന്നതിൽ ഉത്തരം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിടികിട്ടാപ്പുള്ളിയായി സുകുമാരക്കുറുപ്പ് മാറുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾ കണ്ടതാണ് 2 മലയാള സിനിമകൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങുകയും ഇന്നും ഏറെ ആകാംക്ഷയോടെ ഏറെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി മാറുകയും ചെയ്യുകയാണ്. പിന്നീട് പലപ്പോഴും നമ്മൾ കണ്ടതാണ് കുറുപ്പ് കേസിൻ്റെ മാതൃകയിൽ വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഒരു കാര്യം കൂടി നമ്മൾ പിന്നീട് കണ്ടതാണ്. പിന്നീട് റിപ്പോർട്ട് ചെയ്യുക പല കുറ്റകൃത്യങ്ങൾ പോലും കുറുപ്പ് ചെയ്തതിന് മാതൃകയിലുള്ള കുറ്റം, അതായത് കുറുപ്പിൻ്റെ ആ ശൈലി പിന്തുടരാൻ പലർക്കും പിന്നീട് അത് പ്രേരകമായിട്ടുണ്ട്. കാരണം വ്യാജ ആളെ ഇറക്കി അയാളെ കൊല ചെയ്ത്
മറ്റൊരാളാണെന്ന് നടിക്കുക, ഇങ്ങനെയുള്ള പല കേസുകളും പിൻകാലത്ത് റിപ്പോർട്ട് ചെയ്തു എന്ന പ്രത്യേകത കൂടി ഇല്ലേ ഇതിൻ്റെ അകത്ത്? തീർച്ചയായും സഹിതം അങ്ങനെ ഉണ്ട്. കാരണം നമ്മൾ ദൃശ്യം മോഡൽ കൊലപാതകം, ദൃശ്യം സിനിമ ഇറങ്ങിയ ശേഷം പലപ്പോഴും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ഇരയുടെ ഫോൺ മറ്റ് വാഹനങ്ങളിലൊക്കെ കയറ്റിവിട്ട് ഈ കൊല്ലപ്പെട്ടയാൾ സഞ്ചരിക്കുകയാണെന്നൊക്കെ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാതൃകയിൽ സുകുമാരക്കുറുപ്പിൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഈ തരത്തിൽ ആൾമാറാട്ടം നടത്തി പണം തട്ടുന്നതിനും അല്ലെങ്കിൽ ഈ ഒളിവ് ജീവിതം നയിക്കുന്നതിനും വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്നെ കുറുപ്പിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് നടത്തുകയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹിത്ത് പറഞ്ഞത്, നമുക്ക് ഈ ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ടും ദുൽഖർ സൽമാൻ്റെ സിനിമ കുറുപ്പ് എന്നൊരു സിനിമ പുറത്ത് വന്നിരുന്നു. അതിലും ഈ കഥയാണ് അതിൻ്റെ ഇതിവൃത്തമായി പറയുന്നത്. അതിലും ഈ തരത്തിൽ തന്നെയാണ് വളരെ സ്പഷ്ടമായി നമുക്ക് ഒറ്റനോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, ഈ കേസിൻ്റെ നാൾ വഴി നമുക്ക് ഒറ്റനോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി തന്നെയാണ്. ഈ തരത്തിൽ സിനിമയായും അല്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളായും ഒക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഈ കേസിൻ്റെ ബാക്കി പത്രം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും കുറുപ്പ് എവിടെ എന്നതിന് ഒരു ഉത്തരമില്ല. അവിടെയാണ് വീണ്ടും അജിതാ ബീഗത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം 40 വർഷത്തിന് ശേഷം ഒരു പ്രതിയെ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. അതൊരു പ്രേരണ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിൽ. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തെ സംബന്ധിച്ചും ഇതൊരു വലിയ പ്രഖ്യാപനമാണ്. കുറുപ്പിനെ പിടികൂടുക എന്ന പ്രഖ്യാപനം. അദ്ദേഹവും ഹരിപ്പാട്ടുകാരനാണ്, ആലപ്പുഴ ജില്ലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയിൽ നടന്ന ഒരു കുറ്റകൃത്യമാണ് 42 വർഷങ്ങൾക്ക് മുൻപ്. അതുകൊണ്ട് തന്നെ ആ വഴികളും ആ സ്ഥലങ്ങളും ഒക്കെ തന്നെ പരിചയമുള്ള ഒരാളാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി. അദ്ദേഹം ഇങ്ങനെ ഒരു ഉത്തരവിടുമ്പോൾ അദ്ദേഹത്തിന് കൂടി വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യം, അതിലാക്കിയാണ് പുതിയൊരു അന്വേഷണം നീളുന്നത്. യെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സുകുമാരക്കുറുപ്പ് കേസ് സംബന്ധിച്ച് ഇപ്പോൾ ഈ അന്വേഷണ നീക്കം പോലീസിന് മുന്നിൽ മുമ്പും 40 വിനോദ് സൂചിപ്പിച്ചത് 40 അതിനപ്പുറമോ പഴക്കമുള്ള കേസുകൾ പോലും തെളിയിച്ച അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിലും ശുഭപ്രതീക്ഷ പോലീസ് കൈവിടുന്നില്ല. എന്തായാലും പുതിയൊരു നീക്കത്തിന് കേരള പോലീസ് തുടക്കമിടുകയാണ്. കേസ് റീഓപ്പൺ ചെയ്ത് വീണ്ടും ഒരു അന്വേഷണ നീക്കത്തിലേക്കാണ്. ഇപ്പോഴത്തെ ഈ നീക്കത്തിന് മറ്റെന്തെങ്കിലും സൂചനകൾ കിട്ടിയ അടിസ്ഥാനത്തിലാണോ എന്ന് കൂടിയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് പോലീസിൽ നിന്നുണ്ടാകുന്നത്. കുറുപ്പ് എവിടെ, സുകുമാരക്കുറുപ്പ് എവിടെ, ആ തിരോധാനത്തിന് പിന്നിൽ എന്ത് സംഭവിച്ചു, എന്താണ് സംഭവിച്ചത്, കണ്ടെത്താനാകുമോ? കാത്തിരിക്കുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.